السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. صدق الله العلي العظيم. حباه الإله بالكوثر الأكبر فيه النعيم والخيرات. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതന്യ വേദിയിൽ നാം നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതായ 46 അക്ഷരങ്ങളുള്ള 3 സൂക്തങ്ങളുള്ള ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന സൂറത്തുൽ കൗസറിനെ കുറിച്ചാണ്. ഈ സൂറത്തിന് സൂറത്തുൻ നഹ്ർ എന്നു പേരുള്ളതായി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായി കാണാം. അൽ ആസിബിന് വായിലി എന്ന മുനാഫിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്തർ എന്ന് വിളിച്ചു. എന്താണ് അബ്തർ എന്ന് പറഞ്ഞാൽ? പരമ്പരയറ്റവൻ, അതല്ലെങ്കിൽ പിൻഗാമിയില്ലാത്തവൻ. ഇതാണ് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ആസിബിൻ വാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്തർ എന്ന് വിളിച്ചപ്പോൾ അതേ നാണയത്തിൽ മറുപടി നൽകിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല അതേ നാണയത്തിൽ അദ്ദേഹത്തിന് മറുപടി നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഈ സൂറത്തിലൂടെ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നയനങ്ങൾ താഴ്ത്തുകയാണ്. അല്പനേരം മൗനമായിരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് അവിടുത്തെ പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് തല ഉയർത്തുന്നു. ഞങ്ങൾ ചോദിച്ചു, നബിയേ, മാ അൽഹഖക യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ തങ്ങൾ അവിടുന്ന് ചിരിച്ചത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വഹാബ, എനിക്ക് ഇപ്പോൾ ഒരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സൂറത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ. ഓ നബിയെ, തീർച്ചയായും അങ്ങേക്ക് നാം കൗസറിനെ നൽകിയിട്ടുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഓ നബിയെ, അങ്ങേക്ക് ഒരുപാട് ഖൈറുകൾ നാം നൽകിയിട്ടുണ്ട്, ഒരുപാട് നിഅമത്തുകൾ നാം നൽകിയിട്ടുണ്ട്. ഹിക്മത്ത് നൽകിയിട്ടുണ്ട്, മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്, നുബൂവത്ത് നൽകിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഏറ്റവും വലിയ തെളിവായി വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു നിഅമത്താണ് ഹൗദുൽ കൗസർ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. ഈ സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ ഈ ആയത്ത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അതുരീദൂന മൽ കൗസർ, സ്വഹാബ, എന്താണ് കൗസർ എന്ന് പറഞ്ഞാൽ? അവിടുന്ന് പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്നഹു നഹ്റുൻ വഅദനി റബ്ബി, റബ്ബ് സുബ്ഹാനഹു തആല എനിക്ക് നൽകിയ ഒരു പുഴയാണ്. നാളെ ഖിയാമത്ത് നാളിൽ എൻ്റെ അടിമകളെ കുടിപ്പിക്കുന്ന ഒരു പുഴയാണ് ഹൗദുൽ കൗസർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് ഒരുപാട് മദ്ഹുകൾ പറയുകയാണ്.
ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് നിഅമത്തുകളുണ്ട്, ഒരുപാട് ഖൈറുകളുണ്ട്. ഖൈറുൻ കസീർ. അതല്ലേ മഹാനായ സാബിത്ത് റഹ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത്, ഹബ്ബാഹുൽ ഇലാഹു ബിൽ കൗസരി അൽ അക്ബറു ഫീഹി നഈമു വൽ ഖൈറാത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൗസറിനെ നൽകി ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് ഖൈറുകളും ഒരുപാട് ഖൈറാത്തുകൾ അതിലുണ്ട്. ഈ സൂറത്ത് തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നുണ്ട്, മൻ ശരിബ മിൻഹു ലം യളുമു അബദ. ആരെങ്കിലും ഒരിറ്റ് ഹൗദുൽ കൗസർ കുടിച്ചാൽ അവൻക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. മാത്രമല്ല ഈ ഹൗദുൽ കൗസർ തടയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫയഖ്തരിജുൽ അബ്ദ മിൻഹും. ഒരു വിഭാഗത്തെ റബ്ബ് സുബ്ഹാനഹു തആല ഹൗദുൽ കൗസറിന്റെ സമയത്ത് ആട്ടിയോടിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഇന്നഹും മിൻ ഉമ്മത്തി, എൻ്റെ അടിമകളിൽപ്പെട്ടവരാണ് റബ്ബേ അവർ. ആ സമയം റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, മാ ഹദസു ബഅദക. റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, നിങ്ങളുടെ കാലശേഷം അവരുണ്ടാക്കിയ പുത്തൻ നിയമങ്ങളെ, ഇസ്ലാമിനെ മാറ്റി എഴുതാനുള്ള അവരുടെ കുതന്ത്രങ്ങളെ, അങ്ങനെ ഒരുപാട് പുതിയ ആചാരങ്ങളും പുതിയ വിശ്വാസികളും കൊണ്ടുവന്ന പുത്തൻ ആശയക്കാരാണ് അവര്. അവർക്ക് ഹൗദുൽ കൗസർ ലഭിക്കില്ല. അവരെ നാളെ നരകത്തിലിട്ട് കത്തിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു തആല വ്യക്തമായി പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം ആളുകളിൽ നിന്ന് നമ്മെ കാക്കുമാറാകട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ ആയത്ത് ഓതുന്നു, ഫസല്ലി ലിറബ്ബിക വൻഹർ. ഓ നബിയെ, അങ്ങേക്ക് നാം ഒരുപാട് ഖൈറുകൾ നൽകി, ഒരുപാട് നിഅമത്തുകൾ നൽകി. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക, റബ്ബിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. മുനാഫിക്കുകളെ കുറിച്ച് അവർ ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നവരാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ലി റബ്ബിക, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക. ലി റിളാഹു, അവന്റെ തൃപ്തിക്ക് വേണ്ടി നിസ്കരിക്കുക. ലാ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. പിന്നീട് പറയുന്നു, വൻഹർ, ഉളുഹിയത്ത് അറുത്തുകൊണ്ട് നിങ്ങൾ സ്വതക്ക ചെയ്യണം. നിഅമത്തായിട്ട് നിങ്ങൾ ഉളുഹിയത്ത് അറുത്തുകൊണ്ട് നിങ്ങൾ സ്വതക്ക ചെയ്യണം. അങ്ങനെ മൂന്നാമത്തെ ആയത്തിലൂടെ പറയുന്നു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയേ, അങ്ങയെ കുറ്റം പറഞ്ഞ ആസിബിനു വായിൽ എന്ന മുനാഫിക്കില്ലേ, അങ്ങയെ അബ്തർ എന്ന് വിളിച്ചു കളിയാക്കിയില്ലേ. ഹുവ വൽ അബ്തർ, അവനാണ് അബ്തർ, അവനാണ് പരമ്പര മുറിഞ്ഞവന്, അവരാണ് ഖൈറുകൾ വെടിഞ്ഞവന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകൻ അബ്ദുള്ള മരിച്ചു പോയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞ് അവർ സന്തോഷിച്ചു. പക്ഷെ റബ്ബ് സുബ്ഹാനഹു തആല അങ്ങയെ കൈവെടിയുകയില്ല. വറഫഅനാ ലക ദിക്റക, നബിയേ, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിട്ടുണ്ട്. അതല്ലേ 5 വക്ത് നിസ്കാരങ്ങളിൽ പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കൊലികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഒരു സെക്കൻഡ് പോലും ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ആസ് ബിൻ വായിലിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്നുണർത്തി വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. صدق الله العلي العظيم. حباه الإله بالكوثر الأكبر فيه النعيم والخيرات. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ ധന്യവേദിയിൽ നാം നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതായ 46 അക്ഷരങ്ങളുള്ള 3 സൂക്തങ്ങളുള്ള ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന സൂറത്തുൽ കൗസറിനെ കുറിച്ചാണ്. ഈ സൂറത്തിന് സൂറത്തുൻ നഹ്ർ എന്നു പേരുള്ളതായി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായി കാണാം. അൽ ആസിബിന് വായിലി എന്ന മുനാഫിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്തർ എന്ന് വിളിച്ചു. എന്താണ് അബ്തർ എന്ന് പറഞ്ഞാൽ? പരമ്പരയറ്റവൻ, അതല്ലെങ്കിൽ പിൻഗാമിയില്ലാത്തവൻ. ഇതാണ് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ആസിബിന് വായിലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്തർ എന്ന് വിളിച്ചപ്പോൾ അതേ നാണയത്തിൽ മറുപടി നൽകിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല അതേ നാണയത്തിൽ അദ്ദേഹത്തിന് മറുപടി നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഈ സൂറത്തിലൂടെ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നയനങ്ങൾ താഴ്ത്തുകയാണ്. അല്പനേരം മൗനമായിരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് അവിടുത്തെ പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് തല ഉയർത്തുന്നു. ഞങ്ങൾ ചോദിച്ചു, നബിയേ, മാ അൽഹഖക യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ തങ്ങൾ അവിടുന്ന് ചിരിച്ചത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വഹാബ, എനിക്ക് ഇപ്പോൾ ഒരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സൂറത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ. ഓ നബിയെ, തീർച്ചയായും അങ്ങേക്ക് നാം കൗസറിനെ നൽകിയിട്ടുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഓ നബിയെ, അങ്ങേക്ക് ഒരുപാട് ഖൈറുകൾ നാം നൽകിയിട്ടുണ്ട്, ഒരുപാട് നിഅമത്തുകൾ നാം നൽകിയിട്ടുണ്ട്. ഹിക്മത്ത് നൽകിയിട്ടുണ്ട്, മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്, നുബൂവത്ത് നൽകിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഏറ്റവും വലിയ തെളിവായി വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു നിഅമത്താണ് ഹൗദുൽ കൗസർ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. ഈ സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ ഈ ആയത്ത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അതുരീദൂന മൽ കൗസർ, സ്വഹാബ, എന്താണ് കൗസർ എന്ന് പറഞ്ഞാൽ? അവിടുന്ന് പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്നഹു നഹ്റുൻ വഅദനി റബ്ബി, റബ്ബ് സുബ്ഹാനഹു തആല എനിക്ക് നൽകിയ ഒരു പുഴയാണ്. നാളെ ഖിയാമത്ത് നാളിൽ എൻ്റെ അടിമകളെ കുടിപ്പിക്കുന്ന ഒരു പുഴയാണ് ഹൗദുൽ കൗസർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ആയത്ത് ഓതിയിട്ട് ഒരുപാട് മദ്ഹുകൾ പറയുകയാണ്.
ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് നിഅമത്തുകളുണ്ട്, ഒരുപാട് ഖൈറുകളുണ്ട്. ഖൈറുൻ കസീർ. അതല്ലേ മഹാനായ സാബിത്ത് റഹ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത്, ഹബ്ബാഹുൽ ഇലാഹു ബിൽ കൗസരി അൽ അക്ബറു ഫീഹി നഈമു വൽ ഖൈറാത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൗസറിനെ നൽകി ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് ഖൈറുകളും ഒരുപാട് ഖൈറാത്തുകൾ അതിലുണ്ട്. ഈ ആയത്ത് സൂറത്ത് തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നുണ്ട്, മൻ ശരിബ മിൻഹു ലം യളുമു അബദ. ആരെങ്കിലും ഒരിറ്റ് ഹൗദുൽ കൗസർ കുടിച്ചാൽ അവൻക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. മാത്രമല്ല ഈ ഹൗദുൽ കൗസർ തടയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫയഖ്തരിജുൽ അബ്ദ മിൻഹും. ഒരു വിഭാഗത്തെ റബ്ബ് സുബ്ഹാനഹു തആല ഹൗദുൽ കൗസറിന്റെ സമയത്ത് ആട്ടിയോടിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഇന്നഹും മിൻ ഉമ്മത്തി, എൻ്റെ അടിമകളിൽപ്പെട്ടവരാണ് റബ്ബേ അവർ. ആ സമയം റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, മാ ഹദസു ബഅദക. റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, നിങ്ങളുടെ കാലശേഷം അവരുണ്ടാക്കിയ പുത്തൻ നിയമങ്ങളെ, ഇസ്ലാമിനെ മാറ്റി എഴുതാനുള്ള അവരുടെ കുതന്ത്രങ്ങളെ, അങ്ങനെ ഒരുപാട് പുതിയ ആചാരങ്ങളും പുതിയ വിശ്വാസികളും കൊണ്ടുവന്ന പുത്തൻ ആശയക്കാരാണ് അവര്. അവർക്ക് ഹൗദുൽ കൗസർ ലഭിക്കില്ല. അവരെ നാളെ നരകത്തിലിട്ട് കത്തിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു തആല വ്യക്തമായി പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം ആളുകളിൽ നിന്ന് നമ്മെ കാക്കുമാറാകട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ ആയത്ത് ഓതുന്നു, ഫസല്ലി ലിറബ്ബിക വൻഹർ. ഓ നബിയെ, അങ്ങേക്ക് നാം ഒരുപാട് ഖൈറുകൾ നൽകി, ഒരുപാട് നിഅമത്തുകൾ നൽകി. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക, റബ്ബിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. മുനാഫിക്കുകളെ കുറിച്ച് അവർ ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നവരാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ലിറബ്ബിക, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക. ലിറിളാഹു, അവന്റെ തൃപ്തിക്ക് വേണ്ടി നിസ്കരിക്കുക. ലാലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. പിന്നീട് പറയുന്നു, വൻഹർ, ഉളുഹിയത്ത് അറുത്തുകൊണ്ട് നിങ്ങൾ സ്വതക്ക ചെയ്യണം. നിഅമത്തായിട്ട് നിങ്ങൾ ഉളുഹിയത്ത് അറുത്തുകൊണ്ട് നിങ്ങൾ സ്വതക്ക ചെയ്യണം. അങ്ങനെ മൂന്നാമത്തെ ആയത്തിലൂടെ പറയുന്നു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയേ, അങ്ങയെ കുറ്റം പറഞ്ഞ ആസിബിനു വായിൽ എന്ന മുനാഫിക്കില്ലേ, അങ്ങയെ അബ്തർ എന്ന് വിളിച്ചു കളിയാക്കിയില്ലേ. ഹുവ വൽ അബ്തർ, അവനാണ് അബ്തർ, അവനാണ് പരമ്പര മുറിഞ്ഞവന്, അവരാണ് ഖൈറുകൾ വെടിഞ്ഞവന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകൻ അബ്ദുള്ള മരിച്ചു പോയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞ് അവർ സന്തോഷിച്ചു. പക്ഷെ റബ്ബ് സുബ്ഹാനഹു തആല അങ്ങയെ കൈവടിയുകയില്ല. വറഫഅനാ ലക ദിക്റക, നബിയേ, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിട്ടുണ്ട്. അതല്ലേ 5 വക്ത് നിസ്കാരങ്ങളിൽ പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കൊലികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഒരു സെക്കൻഡ് പോലും ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ആസിബിൻ വായിലിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്നുണർത്തി വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.